നമ്മുടെ പോത്തുകുട്ടൻ ഏതായാലും വലിയ അലമ്പൊന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലെത്തിട്ടോ. വണ്ടിയിൽ കയറാനും തിരിച്ച് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ട്ടോ. സാധാരണ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്നത് വണ്ടിയിൽ കയറ്റാനും ഇറക്കാനൊക്കെയാണ്. എന്തോ വലിയ അലമ്പൊന്നും അവൻ കാണിച്ചില്ല ട്ടോ. അമ്മ വന്നിട്ട് അവനെ നോക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ അമ്മയാണ് വന്ന് അഭിപ്രായം പറയുന്നത് ട്ടോ. ഞാനും അച്ഛനുമാണ് പോയത്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും ട്ടോ അമ്മയ്ക്ക്. അങ്ങനെ കുറേ നേരം നോക്കി തൊട്ട് ഒഴിഞ്ഞൊക്കെ നടക്കുകയാണ്. പുതിയതായിട്ട് വന്നതാണ്. പരിചയക്കേടൊന്നും വല്ലാണ്ട് കാണിക്കുന്നില്ല ട്ടോ. വന്ന സമയം മുതൽ തീറ്റയാണ് ആശാന്. അവന് എത്തിപ്പിടിക്കാവുന്നിടത്തോളം അവന് എല്ലാം കടിച്ചു നോക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ കുറച്ച് കാടിവെള്ളം കൊണ്ട് കൊടുത്തേ, അതും കുടിക്കുന്നുണ്ട്. അപ്പോൾ തീറ്റയും ഓക്കെയാണ്, വെള്ളം കൂടിയും ഓക്കെയാണ് ട്ടോ. നമ്മൾ ഹാപ്പി. ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മൂഡ് പോകും. കാരണം നാളെ സംഭവിക്കാൻ പോകുന്നത് തീറ്റയും കൂടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആള് മെലിയാൻ ചാൻസ് ഉണ്ട്. ചന്തയിൽ നിന്ന് ചെറിയൊരു കഷ്ണം കയറ് മാത്രമേ കിട്ടിയുള്ളൂ ട്ടോ. ഏതായാലും നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരു കയറ് കൂടെ കൂട്ടിക്കെട്ടി അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു കയറാക്കി ട്ടോ. അപ്പോൾ ഇനി അച്ഛൻ കയറ് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മയാട്ടോ ഇനി കൊണ്ട് നടക്കേണ്ടത്. ഏതായാലും ഞങ്ങൾ ചന്തയിൽ പോയി അത്യാവശ്യം നേരത്തെ പോയതാണ്. ഏകദേശം 6 മണി 6:30 ഒക്കെ ആയപ്പോൾ പോയതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏതായാലും നമ്മുടെ പോത്തൂട്ടിൻ്റെ കയറ് കൈമാറി ട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദൂരമൊക്കെ അവന് നടന്ന് പുല്ല് കഴിക്കാം ട്ടോ. അത്യാവശ്യം നീളം നടന്ന് തിന്നണം ട്ടോ അവന്. അതിനാണ് നമ്മൾ കയറ് മാറ്റി കൊടുത്തത്. നമ്മൾ കൊണ്ടുവന്നിട്ട് നേരെ ഈ ഒരു പറമ്പിലേക്കാട്ടോ ഇറക്കിയത്. നമ്മുടെ വീട്ടിലോട്ടോ തൊഴുത്തിലോട്ടൊന്നും കയറ്റിയിട്ടില്ല. ഏതായാലും തൽക്കാലം ഇവൻ ഇവിടെ ഒന്ന് നിന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ ട്ടോ. അങ്ങനെ അവന് അത്യാവശ്യം ദൂരം നടന്ന് കഴിക്കാനുള്ള ഏരിയയും അവിടെയുണ്ട്. ഈ ഒരു ചെടി അത്യാവശ്യം നല്ലോണം കഴിക്കുന്നുണ്ട് ട്ടോ അവന്. അപ്പോൾ നമുക്ക് നല്ലതാണ്. ഈ ഒരു ചെടി തന്നെ അരിഞ്ഞ് കൊടുത്താലും മതിയല്ലോ നമുക്ക്. ഏതായാലും അവനങ്ങനെ നമ്മുടെ പറമ്പിൽ നിൽക്കുകയാണ്.